ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ലീവ് കിട്ടിയിട്ടുണ്ട്. അമ്മയുണ്ട് ഗൈസ്. പാത്തു ചാടാൻ നിൽക്കുവാണ് ഗൈസ്. പാത്തോ ട്രെയിൻ വരുമ്പോൾ ചാടുമെന്നാണ് പറയുന്നത്. പാത്തുവിന് ഡിപ്രഷനാണ് ഗൈസ്. തീവണ്ടി ഞങ്ങളുടെ ട്രെയിൻ വരുന്നു ഗൈസ്. അപ്പം ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നിട്ട് കടയിലാണ് കയറിയത്. ഞങ്ങൾ നല്ല മസാല ദോശ വന്നിട്ടുണ്ട്. നല്ലതാണോ ശരിയാണോ എന്ന് വരുമ്പോൾ അറിയാം. ആദ്യം തന്നെ ഇലയിലേക്ക് 3 തരം ചട്നി കൊണ്ടുവച്ച് ഗൈസ്. 1 പുതിനയില ചട്നി, 2 തേങ്ങാ ചട്നി. ചട്നി വെച്ചതിന് ശേഷം വീണ്ടും കുറച്ച് നേരം ഒന്ന് ലാഗായി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മസാല ദോശ കൊണ്ടു തന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ ഓരോ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു ഗൈസ്. നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന് നമുക്ക് വിശക്കുമെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ തെങ്കാശിയിൽ എത്തിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ അവിടെ നിന്ന് അപ്സര എന്ന് പറയുന്നൊരു ഹോട്ടലിൽ നമ്മൾ കയറി ഫുഡ് കഴിച്ചു. മസാല ദോശ കഴിച്ച ഒരു മസാല ദോശയ്ക്ക് 90 രൂപ. അതുകൊണ്ട് രണ്ടാമത്തെ മസാല ദോശ എടുക്കാനുള്ള പൈസ ഇല്ലല്ലോ. ചായക്ക് 15 രൂപ. വട ചോദിച്ചപ്പോഴാ 15 പോലെ ഞങ്ങൾ ഉള്ളത് കഴിച്ച് വയറിനോട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ബാക്കി കഴിക്കാം, ഒന്ന് സമാധാനത്തിലാവും. ഇനി നമുക്ക് നെക്സ്റ്റ് ബസ്സിൽ കയറണം, പുനലൂർ വരെ നമുക്ക് പോകണം. ബാക്കി പുനലൂർ ചെന്നിട്ടുള്ള വിശേഷങ്ങളാണ്. നമ്മൾ അമ്മൂന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. അമ്മു ഭയങ്കര ലേറ്റാണ് ഗൈസ്. അമ്മ വന്നാൽ മാത്രമേ നമുക്ക് പോകാം. പാത്തു ഇവിടെ നിന്ന് പാത്രം കഴുകിയിട്ട് വരാമെന്നാണ് പറയുന്നത്. പാത്തുവിന് ഇവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ ഫുഡും എല്ലാം പാത്തുവിന് ഇഷ്ടപ്പെട്ടു. പാത്തു നോക്കുവാണ് ഗൈസ്. പാത്തുവിനെ കണ്ടില്ല. പാത്തുവിന് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. കഴിച്ചിറങ്ങി നമുക്ക് സ്പോട്ടിൽ തന്നെ ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ മഴയാണ് ഗൈസ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, മലകളും കുന്നുകളും ഒക്കെ നിറഞ്ഞ തമിഴ്നാടിൻ്റെ ഭംഗി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പുനലൂരെത്തി. ബസ് ഇറങ്ങിയത് നമുക്ക് പോകാനുള്ള അടുത്ത ബസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബസ്സിൽ ആരും കയറാത്തത് കൊണ്ട് തന്നെ പുറത്താണ്. ബൈ 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 ബൈ. വേറൊരു ബസ്സിലോട്ട് നോക്കിയപ്പം പാറ അവിടെ നിന്ന് നമുക്ക് ടാറ്റ പറയുന്നു. അപ്പം ബൈ. ആ ബസ് പോയ ഉടനെ തന്നെ ഞങ്ങളുടെ ബസ്സും എടുത്തു കേട്ടോ. പിന്നെ അങ്ങോട്ട് ചെല്ലുന്നോറും മഴ കൂടി വന്നു. അങ്ങനെയൊക്കെയോ ഞാൻ അവസാനം വീടെത്തി ഗൈസ്. അവസാനം വീട്ടിലൊന്ന് കുറച്ച് ചോറും കഴിച്ച് ഞാൻ ഉറങ്ങാൻ പോയി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.